So good afternoon. ബാക്കിയുള്ളവരും കൂടെ ജോയിൻ ചെയ്യട്ടെ. Okay, 12 ആളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അനുലാൽ, ഗുഡ് ആഫ്റ്റർനൂൺ. അനുലാൽ കേൾക്കുന്നില്ല പറയുന്നത്? അനുലാൽ ഇല്ല ക്ലാസ്സിൽ? Yes, sir. എനിക്കെന്താ വിളിച്ചാൽ കേൾക്കാനും ബുദ്ധിമുട്ട്? ഓക്കെ, 12 ആളായിട്ടുണ്ട്. ബാക്കിയുള്ളവരോടെ. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സബൈൻസ് ഫോർമുല വെച്ച് റിവർബറേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. സോ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന പ്രോബ്ലംസ് ആണ്. ഒരു ബിൽഡിങ്ങിന്റെ ഡയമെൻഷൻസ് ഒക്കെ തരും. എന്നിട്ട് അതിൽ ആ ബിൽഡിങ്ങിനുള്ള മെറ്റീരിയൽസിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് തരും. എന്നിട്ട് പറയും എന്ത് കാണണം, റിവർബറേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. സോ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ്, അതുപോലത്തെ പ്രോബ്ലം ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 20 ആളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളവരും കൂടെ ജോയിൻ ചെയ്യട്ടെ. സോ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു, ഞാൻ പ്രസന്റ് ചെയ്യാൻ പോവാണ്. സോ പ്രസന്റ് സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾറെഡി നമ്മളൊരു ചോദ്യം ചെയ്തിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. റിയ സാഹി ലെഫ്റ്റ്. ഓക്കെ, ഹുദ ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് ആവുന്നുണ്ട്. സോ എന്താ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. റിയ സാഹി ലെഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ എഴുതിയെടുത്തോ. ജോയിൻ ചെയ്തവർ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ട്യൂട്ടോറിയൽ നോട്ടിൽ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. The dimensions of an auditorium are 60 meter into 15 meter into 10 meter, and its interior surface have an average absorption coefficient of 0.25. Find the reverberation time of the auditorium. Sabaine's formula. What is Sabaine's formula? Sabaine's formula says that reverberation time T is equal to 0.163 V divided by A. V and the T is reverberation time. T is reverberation time and V is the volume. A is the total absorption. A is the total absorption. A is the total absorption. So ഒരു ഓഡിറ്റോറിയത്തിന്റെ ഹാളിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. Is given as ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ. സോ എങ്ങനെ ഇത് പ്രോബ്ലം ചെയ്യും? ഒന്നാമത്തെ കാര്യം, വാട്ട് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് ദിസ് ഹാൾ? ഉദാഹരണത്തിന് ഹാൾ തന്നിരിക്കുന്നത് 60 മീറ്റർ ഇൻറ്റു 15 മീറ്റർ ഇൻറ്റു 10 മീറ്റർ. അതായത് 60 8 ഇൻറ്റു 60 മീറ്റർ, 15 meter, this is 10 meter.
Now, what is the total volume? ഇങ്ങനെയുള്ളൊരു ഹാളിൻ്റെ അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ ടോട്ടൽ വോളിയം എത്രയാണ്? We know total volume is height into width into length. So what is it? That is 10 into 15 into 60 meter. So ഇത് ചെയ്യുക, വോളിയം കണ്ടുപിടിക്കുക. So വോളിയം കിട്ടിയ വോളിയം കിട്ടിയ ചാറ്റ് ബോക്സിൽ ഇടുക. What is the volume? What is the total volume? Yeah, volume is 9,000 meter cube. Now, what is the total surface area? The total surface area എത്രയാണ്? What is the total surface area? So നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ടോട്ടൽ അബ്സോർപ്ഷൻ കാണാൻ വേണ്ടി എന്ത് ചെയ്തു? ആൽഫ 1 S1 പ്ലസ് ആൽഫ 2 S2 പ്ലസ് ആൽഫ 3 S3 എന്നൊക്കെ ചെയ്തു. അതായത് ഫ്ലോറിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഫ്ലോറിന്റെ സർഫസ് ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ സീലിംഗിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് നമുക്ക് ഗിവൺ ആയിരിക്കും, സീലിംഗിന്റെ സർഫസ് ഏരിയ ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആണ് തന്നിട്ടുള്ളത്. സോ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആണ് തന്നിട്ടുള്ളെങ്കിൽ, ആൽഫ ആവറേജ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ടോട്ടൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ആൽഫ ആവറേജ് ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ. സോ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ. സോ എന്ത് ചെയ്യണം? ആദ്യം ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. നൗ വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ? സോ വി ഹാവ് ദിസ് വൺ. ആദ്യം എന്താ? നമുക്ക് ഫ്ലോർ ഉണ്ട്, ഫ്ലോറിന്റെ സർഫസ് ഏരിയ ഉണ്ട്. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ഫ്ലോർ? 60 ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ലെങ്ത്. അതേപോലെ സീലിംഗിന്റെ സർഫസ് ഏരിയ എന്താ? സീലിംഗിന്റെ സെയിം സർഫസ് ഏരിയ ആണ് 60 ഇൻറ്റു സെയിം 15. സീലിംഗിനും ഫ്ലോറിനും ഒരേ സർഫസ് ഏരിയ ആയിരിക്കും. സിമിലർലി റെക്ടാങ്കിളിന്റെ ഈ സൈഡ് വാൾ, ലെഫ്റ്റ് സൈഡ് വാൾ, ലെഫ്റ്റ് സൈഡിലുള്ള വാളിന്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? ഹൈറ്റ് 10 മീറ്റർ. അതേപോലെ വിഡ്ത്ത് അല്ലെങ്കിൽ ഈ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? 15 മീറ്റർ. സോ ഈ ഒരു പാർട്ടിന്റെ ഏരിയ എന്തായിരിക്കും? 10 മീറ്റർ ഇൻറ്റു 15. അതേപോലെയുള്ള അതിന്റെ ഓപ്പോസിറ്റ് പാർട്ടിന്റെയും സർഫസ് ഏരിയ എന്തായിരിക്കും? 15 ഇൻറ്റു 10 മീറ്റർ. സിമിലർലി ബാക്ക് സൈഡ് ആൻഡ് ഫ്രണ്ട് സൈഡിലുള്ള വാൾ എന്താ? അതിന്റെ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ ഈസ് 10 ഇൻറ്റു 60 മീറ്റർ ലെങ്ത്തും 10 മീറ്റർ ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്ടാങ്കിൾ ആണ് ഈ ഒരു സൈഡിലെ വാൾ. സിമിലർലി ബാക്കിലുള്ള വാളും, ബാക്ക് സൈഡിലുള്ള വാളും എന്താ? 10 മീറ്റർ ലെങ്ത്തും അതേപോലെ 60 മീറ്റർ ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്ടാങ്കിൾ ആണ്. സോ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? സോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. സോ ഞാൻ ഉദാഹരണത്തിന് സർഫസ് ഏരിയ ഓഫ് വാള് കാൽക്കുലേറ്റ് ചെയ്യാണ്. വാട്ട് ഈസ് സർഫസ് ഏരിയ ഓഫ് വാൾ? 2 ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡിലെ 2 ഇൻറ്റു രണ്ട് സൈഡിലെ വാൾ, രണ്ട് റെക്ടാങ്കിൾ, ഈ റെക്ടാങ്കിളും ഈ റെക്ടാങ്കിളും, 2 ഇൻറ്റു 15 ഇൻറ്റു 10 പ്ലസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിലത്തെ വാൾ 2 ഇൻറ്റു ഫ്രണ്ടിലെയും ബാക്കിലെയും ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര? 10 ഇൻറ്റു 60. Similarly, what is the surface area of floor? ഫ്ലോറിന്റെ സർഫസ് ഏരിയ എന്താ? 60 മീറ്റർ ലെങ്ത്, 15 മീറ്റർ ബ്രെഡ്ത്ത്. സോ 15 ഇൻറ്റു 60 മീറ്റർ സ്ക്വയർ ആണ്. സിമിലർലി സർഫസ് ഏരിയ ഓഫ് സീലിംഗ് എത്രയാ? സർഫസ് ഏരിയ ഓഫ് സീലിംഗ് ഈസ് 15 ഇൻറ്റു 60 സെയിം ആയിരിക്കും. സീലിംഗിന്റെയും ഫ്ലോറിന്റെയും സർഫസ് ഏരിയ സെയിം ആയിരിക്കുമല്ലോ. സോ ടോട്ടൽ എന്ന് പറയുന്നത് എന്താ? ഈ സർഫസ് ഏരിയ മൊത്തം ടോട്ടൽ സമ്മപ്പ് ചെയ്തായിരിക്കും. സോ വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ? കാൽക്കുലേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക. സോ നിങ്ങളൊരു ക്ലാസ് റൂമിനുള്ളിലാണെന്ന് ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് അസ്യൂം യു ആർ ഇൻ എ ക്ലാസ് റൂം. സോ ഒരു ക്ലാസ് റൂമിനുള്ളിലായിരിക്കുമ്പം ക്ലാസ് റൂമിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്
ലെങ്ത് തന്നിട്ടുണ്ട്, അതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കാണുന്ന എത്ര സർഫസ് കാണും? നിങ്ങൾക്ക് സീലിംഗ് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഫ്ലോർ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിന്റെ സർഫസ് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിമിലർലി നിങ്ങൾക്ക് ചുറ്റും 4 സൈഡിലും എന്ത് ചെയ്യാം? വാൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും, ചുമര് കാണാൻ പറ്റും. ഈ ചുമരിന്റെ സർഫസ് ഏരിയ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? അതൊന്ന് ക്രിയേറ്റീവായിട്ട് മൈൻഡിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ. സോ ഈ പ്രോബ്ലത്തിൽ മാത്രമേ ടോട്ടൽ സർഫസ് ഏരിയ കാണണ്ടൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്രോബ്ലത്തിലാണെങ്കിൽ എന്താ, സീലിംഗിന്റെ മാത്രം സർഫസ് ഏരിയ കാണുക ഇൻറ്റു സീലിംഗിന്റെ അബ്സോർഷൻ കോഎഫിഷ്യന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫ്ലോറിന്റെ മാത്രം സർഫസ് ഏരിയ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഫ്ലോറിന്റെ അബ്സോർഷൻ കോഎഫിഷ്യന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വാൾസിന്റെ 4 വാൾസിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണുക, അതിന്റെ അബ്സോർഷൻ കോഎഫിഷ്യന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? സം ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നത്. ടോട്ടൽ എ കാണും. ഈ ഒരു അവസരത്തിൽ എന്താ, ആവറേജ് അബ്സോർഷൻ കോഎഫിഷ്യന്റ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ, ടോട്ടൽ സർഫസ് ഏരിയ കാണുക, എന്നിട്ട് ആവറേജ് അബ്സോർഷൻ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആദ്യം എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ? വാട്ട് ഈസ് ടോട്ടൽ സർഫസ് ഏരിയ? ആർക്കെങ്കിലും കിട്ടിയാൽ ചാറ്റ് ബോക്സിൽ ഇടാൻ. വാട്ട് ഈസ് ടോട്ടൽ സർഫസ് ഏരിയ? Yeah, 3300 അല്ലേ കിട്ടുക? അങ്ങനെയാണ് 3300 അല്ലേ കിട്ടുന്നത്? അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ 3300 മീറ്റർ സ്ക്വയർ? യാ, എന്താ നന്ദന പ്രദീപിന് എന്താ പറ്റിയേ? 2400 ചിലർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് എന്താ പറ്റി? നിങ്ങൾ മൊത്തം സർഫസ് ഏരിയ അസ്യൂം ചെയ്തിട്ടില്ല. സാർ ഞാൻ 3300 ഇട്ട്. ഓക്കെ, എന്നാൽ വേറെ ആർക്കെങ്കിലും ആയിരിക്കും ഞാൻ 2000. സാർ അത് ആദ്യത്തെ എടുത്തിട്ടുള്ളൂ, മൊത്തം എടുത്തിട്ടില്ലേ? ഓക്കെ. So total surface area is 3300 meter. Total surface area 3300 meter ആണെങ്കിൽ what is total absorption A? Total absorption A എന്താ? A alpha average into total surface area. What is alpha average? തന്നിട്ടുണ്ട്. Average absorption coefficient എന്താ? 0.25 തന്നിട്ടുണ്ട് into 3300. എന്ത് കിട്ടും? A is equal to ടോട്ടൽ അബ്സോർപ്ഷൻ എന്ത് കിട്ടും? 3300 ഇൻറ്റു 0.25 അല്ലെങ്കിൽ 1/4. 3300 എന്ന് പറയുമ്പം 825. 825 എന്ത്? മീറ്റർ സ്ക്വയർ സബൈൻ. 825 മീറ്റർ സ്ക്വയർ സബൈൻ. എ കിട്ടി. നൗ വാട്ട് ഈസ് അബ്സോർപ്ഷൻ? അങ്ങനെയെങ്കിൽ റിവർബറേഷൻ ടൈം എത്രയാ? റിവർബറേഷൻ ടൈം ടി ഈസ് ഈക്വൽ ടു 0.163 ഡിവൈഡഡ് ബൈ ഇൻറ്റു വോളിയം. വോളിയം കാൽക്കുലേറ്റ് ചെയ്തു 9000 ഡിവൈഡഡ് ബൈ എ എത്ര കിട്ടിയേ? 825. സോ എത്ര ടി കിട്ടുന്നത്? വാട്ട് ഈസ് ടി? സോ ഇതിലെ അബ്സോർപ്ഷൻ, ടോട്ടൽ അബ്സോർപ്ഷൻ ഇൻ ടേംസ് ഓഫ് മീറ്റർ സ്ക്വയർ സബൈൻ കിട്ടി, എ കിട്ടി, വി അറിയാം. സോ റിവർബറേഷൻ ടൈം ടി കണ്ടുപിടിക്കുക. What is reverberation time T? 1.77 സെക്കൻഡ് അല്ലെങ്കിൽ 1.78 സെക്കൻഡ്. 1.77 സെക്കൻഡ്. കിട്ടുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? യാദിഷ ചെയ്യുന്നുണ്ടോ? നിന്റെ ഉത്തരവൊന്നും കാണുന്നില്ല. യാദിഷ ക്ലാസ്സിലേ ഇല്ലാന്ന് തോന്നുന്നു. അശ്വന്ത് ചെയ്യുന്നുണ്ടോ? അശ്വന്ത് ക്ലാസ്സിലില്ല. ഒരു ഡെവിൽ ഗെയിമിങ് ജോയിൻ ചെയ്യുന്ന കണ്ടിരുന്നല്ലോ. പോയാ? ഷഹബാസ് ചെയ്യുന്നുണ്ടോ? ഷഹബാസ് ഓക്കെ. അപ്പൊ അശ്വന്തും ഷഹബാസും ക്ലാസ്സിൽ ഇല്ല എന്നാ പറയുന്നത്. ഓക്കെ,
ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ 1.77 സെക്കൻഡ് ആണ് ഈ ഒരു ഹാളിന്റെ കേസിൽ, ഈ ഒരു ബിൽഡിങ്ങിന്റെ കേസിൽ എന്താ റിവർബറേഷൻ ടൈം. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ അതേപോലെ എഴുതിയെടുത്തു. എ ഹാൾ ഹാസ് എ ഡയമെൻഷൻ ഓഫ് 20 മീറ്റർ ഇൻറ്റു 10 മീറ്റർ ഇൻറ്റു 5 മീറ്റർ and has an absorption coefficient for wall 0.02 and ceiling 0.04 and floor 0.4 respectively. Find the average absorption coefficient of wall and reverberation time. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. സോ നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കാണാൻ വേണ്ടിയിട്ട് റിവർബറേഷൻ ടൈം കാണാൻ പറഞ്ഞിട്ടുണ്ട്. റിവർബറേഷൻ ടൈം കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ടി ഈസ് ഈക്വൽ ടു 0.163 വി ഡിവൈഡഡ് ബൈ എ. സോ നമ്മുടെ ഹാളിൻ്റെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് ഇതാണ്, 20 മീറ്റർ ഇൻറ്റു 10 മീറ്റർ ഇൻറ്റു 5. So average absorption coefficient alpha average എങ്ങനെ കാണാം? Alpha average is given as alpha 1 s1 plus alpha 2 s2 plus alpha 3 s3 plus എത്രത്തോളം മെറ്റീരിയൽസ് ഉണ്ടോ ഡിവൈഡഡ് ബൈ s1 plus s2 plus s3 plus so on. സോ ഇവിടെ എത്ര മെറ്റീരിയൽസ് ഉണ്ട്? ഈ ഒരു ഹാളിൽ എത്ര മെറ്റീരിയൽസ് ഉണ്ട്? ഇതിലാകെ വാൾ, സീലിംഗ് ആൻഡ് ഫ്ലോറേ ഉള്ളൂ. സോ എന്ത് ചെയ്യാം? ആദ്യം ടോട്ടൽ സർഫസ് ഏരിയ കാണാം. അതായത് ഈ ഹാളിനുള്ളിലെ ടോട്ടൽ സർഫസ് ഏരിയ കാണുക. അതായത് S1 പ്ലസ് S2 പ്ലസ് S3 കാണുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം? ഓരോ സർഫസ് ഏരിയയും ആദ്യം ഹാളിന്റെ S1 എന്ന് പറയുന്നത് ഹാളിന്റെ സർഫസ് ഏരിയ ആണെങ്കിൽ, വാളിന്റെ സർഫസ് ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്യാം? ടോട്ടൽ വാളിന്റെ സർഫസ് ഏരിയ ഇൻറ്റു കോയിഫിഷ്യന്റ് ഓഫ് വാൾ. സീലിംഗിന്റെ ആണെങ്കിൽ സീലിംഗിന്റെ സർഫസ് ഏരിയ ഇൻറ്റു കോയിഫിഷ്യന്റ് ഓഫ് സീലിംഗ്. അതേപോലെ ഫ്ലോറിന്റെ ആണെങ്കിൽ അബ്സോർപ്ഷൻ കോയിഫിഷ്യന്റ് ഓഫ് ഫ്ലോർ ഇൻറ്റു സർഫസ് ഏരിയ ഓഫ് ഫ്ലോർ. സോ ഇങ്ങനെയാണ് അബ്സോർപ്ഷൻ കോയിഫിഷ്യന്റ് കാണുന്നത്. സോ ആദ്യം എന്ത് ചെയ്യാം? ടോട്ടൽ ഏരിയ കാണാം. വാട്ട് ഈസ് ടോട്ടൽ ഏരിയ? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താ? S ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോർ പ്ലസ് ടോട്ടൽ ഏരിയ ഓഫ് വാൾസ് പ്ലസ് ടോട്ടൽ ഏരിയ ഓഫ് സീലിംഗ്. ഒന്ന് കണ്ടേ, ഞാനിത് എഴുതാതെ തന്നെ നിങ്ങളൊന്ന് കണ്ടേ ടോട്ടൽ സർഫസ് ഏരിയ. സോ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ക്ലാസ് റൂമിന് ഉള്ളിലാണെന്ന് അസ്യൂം ചെയ്യുക. എത്ര വാളുണ്ട്? ഞാനിപ്പോൾ തന്നിട്ടുള്ളത് എന്താ? ഇതിപ്പോൾ ലെങ്ത് തന്നു, ബ്രെഡ്ത്ത് തന്നു, ഹൈറ്റ് തന്നു. സോ ഇതിൻ്റെ ഉള്ളിലെ ചുമരുകളുടെ സർഫസ് ഏരിയ കാണാൻ നിങ്ങൾക്ക് അറിയണം, ഫ്ലോറിന്റെ സർഫസ് ഏരിയ കാണാൻ നിങ്ങൾക്ക് അറിയണം, സീലിംഗിന്റെ കാണാൻ അറിയണം. ബേസിക് ഹൈസ്കൂൾ ജോമെട്രിയാണ് ഞാൻ ഈ പറയുന്നത്. സോ ഒന്ന് കണ്ടുപിടിച്ചേ. ഓരോന്നിന്റെയും സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വി ക്യാൻ റൈറ്റ് ആൽഫ ആവറേജ് എന്ന് പറയുന്നത് ആൽഫ ആവറേജ് ഈസ് ഈക്വൽ ടു ആൽഫ ഫ്ലോർ ഇൻറ്റു surface area of floor plus alpha walls into total surface area of wall plus alpha ceiling into total surface area of ceiling divided by surface area of floor plus surface area of walls plus സർഫസ് ഏരിയ ഓഫ് സീലിംഗ്. സോ ഓരോന്നും കണ്ടുപിടിക്കണം. ആദ്യം സർഫസ് ഏരിയ ഓഫ് ഇനീഷ്യലി ഫൈൻഡ് സർഫസ് ഏരിയ ഓഫ് സീലിംഗ്. ആദ്യം എന്ത് ചെയ്യാം? ആദ്യം സർഫസ് ഏരിയ ഓഫ് ഫ്ലോർ കണ്ടുപിടിക്കണം. എന്താണ് സർഫസ് ഏരിയ ഓഫ് ഫ്ലോർ? പിന്നെ സർഫസ് ഏരിയ ഓഫ് വാൾസ് കണ്ടുപിടിക്കണം. ചുമരുകളുടെ എത്ര ചുമരുണ്ടാവും? 4 വാൾസ് ഉണ്ടാവും. അതിൻ്റെ എല്ലാം സർഫസ് ടോട്ടൽ സർഫസ് ഏരിയ പ്ലസ് സർഫസ് ഏരിയ ഓഫ് സീലിംഗ് കണ്ടുപിടിക്കണം. സോ കണ്ടുപിടിച്ചാൽ പറയാം വാട്ട് ഈസ് സർഫസ് ഏരിയ ഓഫ് ഫ്ലോർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, ഉത്തരത്തിലിടുക.
സോ എത്ര ചുമരുണ്ട് ഇനിയും പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇതൊരു 5x10, ഇവിടെ ഒരു ചുമരായി, ഇവിടെ ഒരു വാളായി. അതേപോലെ ഇത് സെയിം 5x10 ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വാൾ ഉണ്ടാവും, സെയിം 5x10. സിമിലർലി ഫ്രണ്ടിലൊരു വാൾ ഉണ്ടാവും. വാട്ട് ഈസ് ദ ഏരിയ എന്ന് പറയുന്നത് 5x20. ബാക്ക് സൈഡിലും ഉണ്ടാവും, ബാക്ക് സൈഡിലും എന്താ 5x20. ഇത് ഹൈറ്റ് ആണ്, ഇത് 20 വിഡ്ത്ത് ആണ്. സോ മുഴുവനായിട്ട് 4 വാൾസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ സർഫസ് ഏരിയ ടോട്ടലിനോട് ചെയ്യാം. കൂടാതെ ഫ്ലോറിൻ്റെ സർഫസ് ഏരിയ എന്താ, ഫ്ലോറിൻ്റെ ലെങ്ത് 20, വിഡ്ത്ത് 10. സോ സർഫസ് ഏരിയ 20 ഇൻറ്റു ഫ്ലോർ 200 ആണെന്നാണ് പറയുന്നത്. ഫ്ലോർ ഈസ് 200 പ്ലസ് വാൾസിൻ്റെ എത്രയാണ് പറഞ്ഞത്, ആരെങ്കിലും ചാറ്റ് 1 മിനിറ്റ്. വാൾസ് 300 ആണ് പറഞ്ഞത്. വാള് പ്ലസ് 300 പ്ലസ് ഫ്ലോർ 200. സീലിംഗും ഫ്ലോറും സെയിം ആയിരിക്കും. സോ ഓക്കെ, ഇതാണ് പറഞ്ഞത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാം, ആരെങ്കിലും പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാ, 200 പ്ലസ് 300 പ്ലസ് 200. വാട്ട് ഈസ് ദാറ്റ്, 200 പ്ലസ് 300 പ്ലസ് 200, 700 മീറ്റർ സ്ക്വയർ. സോ ടോട്ടൽ സർഫസ് ഏരിയ എന്താ 700 മീറ്റർ സ്ക്വയർ. സോ ഇത് കിട്ടി, എസ് ഫ്ലോർ പ്ലസ് എസ് വാൾ പ്ലസ് എസ് സീലിംഗ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇനി ഫ്ലോറിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എന്ത് ചെയ്യുക, ഫ്ലോറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിമിലർലി വാളിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എത്ര തന്നിട്ടുണ്ട്, 0.02. അതിന് എന്ത് ചെയ്യുക, വാളിന്റെ സർഫസ് ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിമിലർലി ആൽഫ ഓഫ് സീലിംഗിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്, അതിന് സീലിംഗിന്റെ സർഫസ് ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു സം കിട്ടും, അതിനെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ 700 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ, വാട്ട് ഈസ് ആൽഫ ആവറേജ്. സോ ആൽഫ ആവറേജ് ഈസ് ഈക്വൽ ടു ആദ്യം ഫ്ലോറിന്റെ കോയിഷ്യൻ എന്താ, ഫ്ലോറിന്റെ അബ്സോർപ്ഷൻ കോയിഷ്യൻ എന്താ 0.4 ഇൻറ്റു സർഫസ് ഏരിയ എന്താ ഫ്ലോറിന്റെ 200 പ്ലസ് വാളിൻ്റെത് എത്രയാണ്, നിഹ പറയുന്നത് 0.134 ശരിയാണോ, 0.134 ശരിയാണോ, 0.134. അടുത്തത് വാളിൻ്റെ 0.02 ഇൻറ്റു 300 പ്ലസ് അഗെയിൻ 0.4 ഇൻറ്റു 0.04 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 700, all divided by 700. 0.134 ആൽഫ ആവറേജ് എന്ന് പറയുന്നത് ശരിയാണോ, is that right? ആഷിക്ക് ശരിയാണെന്ന് പറയുന്നുണ്ട്, വേറെ ആരെങ്കിലും ശരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. റിയ സാഹി 0.134. Yeah, that is the right answer, 0.134. സോ നമുക്ക് എന്ത് കിട്ടി, ആൽഫ ആവറേജ് കിട്ടി, അല്ലെങ്കിൽ ടോട്ടൽ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കിട്ടി. സോ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ റിവർബറേഷൻ ടൈം കാണാം, വി നോ ദാറ്റ് ടോട്ടൽ അബ്സോർപ്ഷൻ എ എന്ന് പറയുന്നത് എന്താ, എ ഈസ് ഈക്വൽ ടു ആൽഫ ആവറേജ് ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ. എ എന്ന് പറയുന്ന ടോട്ടൽ അബ്സോർപ്ഷൻ എന്താ, ആൽഫ ആവറേജ് ഇൻറ്റു സർഫസ് ഏരിയ, അല്ലെങ്കിൽ ടി റിവർബറേഷൻ ടൈം ടി എന്ന് പറഞ്ഞാൽ എന്താ 0.163 വി ഡിവൈഡഡ് ബൈ എക്ക് വരും ടോട്ടൽ അബ്സോർപ്ഷൻ വരെ എന്ത് എഴുതാം, ആൽഫ ആവറേജ് ഇൻറ്റു സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ. സോ വോളിയം അറിയാം, സോ ടി ഈസ് ഈക്വൽ ടു 0.163 ഇൻറ്റു ഹാളിന്റെ വോളിയം 20 മീറ്റർ ലെങ്ത്, 10 മീറ്റർ ബ്രെഡ്ത്ത്, 5 മീറ്റർ ഹൈറ്റ്. അങ്ങനെയുള്ള ഒരു ഹാളിന്റെ വോളിയം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഒരു ക്യൂബിന്റെ വോളിയം അല്ലെങ്കിൽ റെക്ടാങ്കുലർ ക്യൂബിന്റെ വോളിയമാണ് ചോദിക്കുന്നത്. ഡിവൈഡ് ബൈ ആൽഫ ആവറേജ് 0.1634 ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ എത്രയാ 700. സോ ഇത് 700, ഇത് 0.134. ടോട്ടൽ വോളിയം കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, റിവർബറേഷൻ ടൈം കണ്ടുപിടിക്കുക. ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു
10 into 5. So this is equal to 0.163 into volume. 2 into 20 into 10, 200. 200 into 5, 1000. 1000 divided by alpha average. What is alpha average? Alpha average is 0.134 into total surface area 700. ഉത്തരം കിട്ടുന്നു. What is reverberation time of this hall? ഈ ഹാളിന്റെ reverberation time എത്രയാണ്? 1.74 സെക്കൻഡ് കറക്റ്റ് ആണ്. 1.73 അല്ലെങ്കിൽ 1.74 സെക്കൻഡ് ആണ്. 1.734 that is 1.734 സെക്കൻഡ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഹാളിന്റെ റിവർബറേഷൻ ടൈം. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Next one is the volume of hall is 3000 meter cube. It has a total absorption of 100 meters subane. If the hall is filled with audience who had another 80 meter square subane, then find the difference in reverberation time. So ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഇത് എഴുതിയെടുക്കുക. The volume of hall is 3000 meter cube. Total absorption of, and it has a total absorption A is equal to 100 meter square subane. If the hall is filled with audience who had another 80 meters subane, find the difference in reverberation time. സോ ആദ്യം എന്താണ്, ആദ്യം ഓഡിയൻസ് ഇല്ലായിരുന്നു, ദർ ഈസ് നോ ഓഡിയൻസ്, അല്ലെങ്കിൽ ഓഡിയൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇനീഷ്യലി വാട്ട് ഈസ് ദ ആദ്യത്തെ റിവർബറേഷൻ ടൈം എന്താ, അതായത് ഈ ഓഡിയൻസ് ഒരു അനദർ കുറച്ച് ഓഡിയൻസിനെ കൂടി കയറ്റുന്നതിന് മുമ്പ് വാട്ട് ഈസ് ദ ഇനീഷ്യൽ റിവർബറേഷൻ ടൈം? T1 ഈസ് ഈക്വൽ ടു എന്താ, 0.163 വി സബൈൻസ് ഫോർമുല ഡിവൈഡഡ് ബൈ എ, അല്ലെങ്കിൽ A1. വാട്ട് ഈസ് A1? A1 ഈസ് 100 മീറ്റർ സ്ക്വയർ സബൈൻ. ഇനീഷ്യലി A1 ഈസ് 100 മീറ്റർ സ്ക്വയർ സബൈൻ. സോ T1 കാൽക്കുലേറ്റ് ചെയ്യുക, വോളിയം തന്നിട്ടുണ്ട്. സിമിലർലി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ, കുറച്ച് ഓഡിയൻസിനും ഫിൽ ദ ഓഡിയൻസ്, അല്ലെങ്കിൽ ഓഡിയൻസിനെ ഫിൽ ചെയ്യുന്നു, കുറച്ചധികം ആൾക്കാരെയും കൂടി ഹാളിലേക്ക് കയറ്റിയപ്പോൾ എന്ത് പറ്റി, ടോട്ടൽ അബ്സോർപ്ഷൻ മാറി. എന്ത് പറ്റി, ഒരു അഡീഷണൽ 80 മീറ്റർ സ്ക്വയർ സബൈൻ വന്നു. അതിന്റെ അർത്ഥം എന്താ, നൗ മീൻസ് A2 എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ A1 പ്ലസ് ഒരു 80 മീറ്റർ സ്ക്വയർ സബൈൻ കൂടി ആഡ് ചെയ്തു. അതായത് എന്താ, 100 പ്ലസ് 80, ദാറ്റ് ഈസ് A2 ഈസ് ഈക്വൽ ടു 180 മീറ്റർ സ്ക്വയർ സബൈൻ. സോ അങ്ങനെയായിരിക്കുന്ന സാഹചര്യത്തിൽ then what is reverberation time T2 എന്ന് പറയുന്നത് 0.163 V divided by 82 സെക്കൻഡ് അബ്സോർപ്ഷൻ. സോ ഈ രണ്ട് ടൈം കിട്ടും, അതിന്റെ ഡിഫറൻസ് ആണ് എന്ത്, ഡിഫറൻസ് ഇൻ റിവർബറേഷൻ ടൈം. സോ സിമ്പിൾ പ്രോബ്ലം ആണ് ചെയ്യുക. ആദ്യം തന്നിരിക്കുന്ന അബ്സോർപ്ഷൻ ആൻഡ് വോളിയം വെച്ചിട്ട് ചെയ്യാം. അടുത്ത് എന്ത് ചെയ്യാം, രണ്ടാമത്തെ അബ്സോർപ്ഷൻ 80 മീറ്റർ കൂടി, 80 മീറ്റർ സ്ക്വയർ സബൈൻ അബ്സോർപ്ഷൻ കൂടി. സോ ടോട്ടൽ അബ്സോർപ്ഷൻ എന്താ, ഇനീഷ്യൽ 100 മീറ്റർ സ്ക്വയർ സബൈൻ പ്ലസ് 80 മീറ്റർ സ്ക്വയർ സബൈൻ, അതാണ് 180 മീറ്റർ സ്ക്വയർ സബൈൻ. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും റിവർബറേഷൻ ടൈം? കാരണം റിവർബറേഷൻ ടൈം എന്താ, അബ്സോർപ്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ കാൽക്കുലേറ്റ് റിവർബറേഷൻ ടൈം ഇൻ ബോത്ത് കേസസ് ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വാല്യൂസ്. സോ T1 കണ്ടുപിടിക്കുക, T2 കണ്ടുപിടിക്കുക, അത് ചാറ്റ് ബോക്സിൽ ഇടുക, T1 മൈനസ് T2 കണ്ടുപിടിക്കുക.
4.89 T1. കറക്റ്റ് ആൻസർ ആണ് 4.89. T2 2.716 ശരിയാണ് നോക്കട്ടെ. യെസ് 2.72 T2 എന്ന് പറയുന്നത് 2.72. So T1 minus T2 ചെയ്താൽ പോരെ. So difference in reverberation time is given as T1 minus T2. That is some 2.7 ആണ് എനിക്ക് കിട്ടുന്നത്. ശരിയാണോ? T1 minus T2 2.7 2.7175 T1 minus T2. Yeah, 2.7117 ആണ് കിട്ടുന്നത്. ശരിക്കും സീരിയസ്ലി 4.89 divided by minus 2.72. സോ എത്ര കിട്ടുന്നത് 2.17. ഉറപ്പാണോ? ബാക്കിയുള്ളവരും കൂടി ഇട്ടിട്ടെ. ഐശ്വര്യ, നന്ദന, ഞാൻ കാണുന്നുണ്ട് ഉത്തരം. ഓക്കെ 2.18. ഓക്കെ 2.18 2.17. അപ്പം ആ അറൗണ്ടാണ് ഉത്തരം. ഓക്കെ. സോ അപ്പം നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും സബൈൻസ് ഫോർമുല വെച്ച് വരുന്നതെന്ന്. സോ അവസാനത്തെ ഒരു ചോദ്യം കൂടി ചെയ്യാം. 1 മിനിറ്റ്, ചോദ്യം ടൈപ്പ് ചെയ്തിട്ടില്ല. സോ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം, എൻ്റെ കൂടെ എഴുതിക്കോ. A classroom has a dimension of 30 into 10 into 6 meter cube. A classroom has a dimension of 30 into 10 into 6 meter cube. A classroom has a dimension of 30 into 10 into 6 meter cube. The reverberation time is 3.2 seconds. 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 Calculate the total absorption. Calculate the total absorption of its surfaces. Calculate the total absorption of its surfaces and average absorption coefficient. Average absorption coefficient. So question ഒന്നും കൂടി വായിക്കാം. A classroom has a dimension of 30 into 10 into 6 meter cube. The reverberation time is 3.2 second. Meter cube അല്ല, 30 into 10 into 6 meter ആണ്, meter cube അല്ല. സോറി, ആ ടെക്സ്റ്റിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടാണ്. The reverberation time is 3.2 second. Calculate the total absorption of its surfaces and average absorption coefficient. So തന്നിട്ടുള്ളത് എന്താ? ടോട്ടൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, റിവർബറേഷൻ ടൈം തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ടോട്ടൽ അബ്സോർപ്ഷൻ. എ ആണ് ക്വസ്റ്റ്യൻ. അതുപോലെ ആൽഫ ആവറേജ് ആണ് ക്വസ്റ്റ്യൻ. സോ വി നോ വാട്ട് ഈസ് റിവർബറേഷൻ ടൈം. റിവർബറേഷൻ ടൈം ഈസ് 0.163 V divided by A. അല്ലേ? A is the absorption. So A കാണാൻ എന്ത് ചെയ്യാം? So for finding total absorption, A is equal to 0.163. A-നും T-നും അങ്ങോട്ട് ജസ്റ്റ് സ്വാപ്പ് ചെയ്യുക. 0.163 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. V divided by T. കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ അബ്സോർപ്ഷൻ ഇൻ മീറ്റർ സ്ക്വയർ സബൈൻ പറയുക. സോ ടോട്ടൽ അബ്സോർപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ടോട്ടൽ അബ്സോർപ്ഷൻ? ടോട്ടൽ അബ്സോർപ്ഷൻ ഈസ്
alpha average into total surface area. So what is alpha average? Total absorption എന്ന് പറയുന്നത് എന്താ? Alpha average absorption coefficient into total surface area. So alpha average എന്ന് പറയുന്നത് എന്താവും? Total absorption divided by total surface area. So ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ അബ്സോർപ്ഷൻ കണ്ടുപിടിക്കുക, പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. സോ വീണ്ടും ഒരു ക്യൂബാണ് അല്ലെങ്കിൽ ഒരു ഹാളാണ് തന്നിട്ടുള്ളത്. 30 ഇൻറ്റു 10 ഇൻറ്റു 6. സോ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വോളിയം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 30 ഇൻറ്റു 10 ഇൻറ്റു 6. സോ വോളിയം കണ്ടുപിടിക്കുക. ടൈം തന്നിട്ടുണ്ട്. റിവർബറേഷൻ ടൈം ഈസ് ഗിവൺ. സോ അബ്സോർപ്ഷൻ പിടിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഇടുക. അത് കഴിഞ്ഞ് ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടിട്ട് ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുക. ചെയ്തോ? ആഷിക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പറയുന്നതാണോ? 91.69. Yeah, right answer. 91.68 ആണ് 69 മീറ്റർ സ്ക്വയർ. സോ അത് കിട്ടി. അങ്ങനെയെങ്കിൽ ആൽഫ ആവറേജ് കണ്ടുപിടിക്കുക. സോ അബ്സോർപ്ഷൻ 91.69 മീറ്റർ സ്ക്വയർ സബൈൻ. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 91.69 മീറ്റർ സ്ക്വയർ സബൈൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ സർഫസ് ഏരിയ. ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ? ടോട്ടൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ. സോ ആൽഫ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ അബ്സോർപ്ഷനെ സർഫസ് ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. വന്ദന കറക്റ്റ് ആണ്. 91.69 ആണ്, അല്ലെങ്കിൽ 688 ആണ് ഉത്തരം. Now ആൽഫ ആവറേജ് കണ്ടുപിടിക്കുക. സോ ഈ ഒരു കേസിൽ വാളിൻ്റെയും സീലിങ്ങിൻ്റെയും ഫ്ലോറിൻ്റെയും സർഫസ് ഏരിയ വേറെ വേറെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അണ്ടർസ്റ്റാൻഡ്? നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ മതി. സോ നമ്മൾ അഡപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്കിൽ പോലും നേരത്തെ ചെയ്ത പോലെ വേറെ വേറെ കണ്ടുപിടിച്ച് അഡപ്പ് ചെയ്യേണ്ട, ടോട്ടലായിട്ട് സമ്മപ്പ് ചെയ്താൽ മതി. സോ നിങ്ങൾ ഈ ഒരു അസംഷൻ നിങ്ങൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ക്ലാസ് റൂമിൻ്റെ ഉള്ളിലാണ്. ഇപ്പം എത്ര വാൾ ഉണ്ട്, എത്ര സീലിംഗ് ഉണ്ട്, എത്ര ഫ്ലോർ ഉണ്ട്. സോ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് തന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ബി കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് സീലിംഗ്, ഫ്ലോർ ആൻഡ് വാൾസ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ സം ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ 1080 മീറ്റർ സ്ക്വയർ കിട്ടണം. സോ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇടാം. ഓക്കെ, യാ 1080 മീറ്റർ സ്ക്വയർ ഇടണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? എ വെച്ച് ഡിവൈഡ് ചെയ്യുക അതിനെ. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആൽഫ ആവറേജ് കിട്ടും. അതും കൂടി ചെയ്താൽ 0.084 സെക്കൻഡ്. സോറി, സെക്കൻഡ് അല്ല, ആൽഫ ആവറേജ് ആയതുകൊണ്ട് യൂണിറ്റ് വേണ്ട. 0.084. ബാക്കിയുള്ളവർക്ക് തന്നെയാണ് കിട്ടുന്നത്. 0.084. ഓക്കെ, സോ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി ടെക്സ്റ്റിൽ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ അത് വായിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം കഴിഞ്ഞില്ലേ? നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞു. അല്ല, റോൾ നമ്പർ 1 മുതൽ പറഞ്ഞു തുടങ്ങിക്കും. 1 2 3 4